അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പപ്രേമികൾക്കാണ്. അപ്പം അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റ് അപ്പം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു ബൗളിലാട്ടോ ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിനെ എടുത്തിട്ടുള്ളൂ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇച്ചിരി വലിപ്പമുള്ള പാത്രമാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. പിന്നെ നമുക്ക് ഈ കുറച്ച് ചോറ്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, പിന്നെ കുറച്ച് ഈസ്റ്റ്, ഒത്തിരി ഈസ്റ്റ് ഉണ്ട് കേട്ടോ, വയറുവേദന എടുക്കും. പിന്നെ നമുക്ക് പഞ്ചസാരയും തേങ്ങയും നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. പിന്നെ ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടി എടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത മാവുണ്ടല്ലോ വലിയൊരു കണ്ടെയ്നറിനകത്ത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പുളിച്ച് പൊങ്ങുമ്പോഴത്തേക്ക് പുറത്ത് ചാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ കണ്ടെയ്നർ ഉപയോഗിക്കുക. പിന്നെ ദേ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞില്ലായിരുന്നു, അത് നമ്മുടെ ഫ്ലേവറിന് വേണ്ടി കേട്ടോ, ഫ്ലേവറിന് നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് 20 to 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ചായിട്ട് മാവ് പൊളിച്ച് പൊങ്ങുന്നത്. ഇപ്പോൾ ഒത്തിരി AC ഒക്കെ ഇട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഇച്ചിരി കൂടെ സമയം എടുക്കും. ഞാനൊരു 20 minutes കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം അതിനേക്കാളും ബെറ്ററാണ് ഒരു 1 hour കഴിഞ്ഞ് ഉണ്ടാക്കിയ അപ്പം സമയമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. സമയമില്ലാത്തവർക്ക് അതനുസരിച്ച് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. എന്നാണേലും ഓക്കെയാണ്. അപ്പം ഞാൻ അതേ നോക്കി നമുക്ക് അരച്ച് കിട്ടിയ മാവൊക്കെ നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.